ഇപ്പോഴെങ്കിലും ക്രൂരത പീഡനം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് പുറത്തു പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴെങ്കിലും ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. കുറെ നാളുകളായി അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും, അതിപ്പോൾ പ്രായമായിട്ടുള്ള വയോധികരായിട്ടുള്ള മനുഷ്യർ, കുഞ്ഞുങ്ങൾ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് പോലും അവരുടെ ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അമ്മയെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെ പോലും മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ദേഹമാസകലം മുറിവേറ്റ പാടുകൾ കണ്ടുവെന്ന് നേരത്തെ ഒരു വ്യക്തി പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതോടൊപ്പം എല്ലാവരെയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ഭക്ഷണം പോലും കൃത്യമായിട്ട് നൽകുന്നില്ല. അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയാണ്. ഓർത്തു വെച്ചോളൂ, പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് എന്ന സെന്ററിലാണ് ഇത്തരത്തിലുള്ള ക്രൂരത നാളുകളായി അരങ്ങേറിക്കൊണ്ടിരുന്നത്. നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുകയാണ്. പ്രവീൺ, പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല, സുഖമായി പ്രവർത്തിച്ച് വരികയായിരുന്നു. ഇത് ഒരിക്കലും ഒരു പരിപാലന കേന്ദ്രമായി ഇതിനെ കാണാനേ സാധിക്കില്ല. കൊടിയ മർദ്ദനവും കൊടിയ പീഡനവും മനുഷ്യന്മാർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. എന്തൊക്കെയാണ് ഇപ്പോൾ നേരിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പ്രവീൺ? എങ്ങനെയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഒരു രീതി? അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട്, ശിശുവികസന വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം? ഷിഹാസ്, ഈ എലോഹി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന സ്ഥാപനം പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നത് തങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥനാലയം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. ഉടൻ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഒരു രീതിയിലും അവിടെ അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കുട്ടി പീഡനം അനുഭവിച്ച അല്ലെങ്കിൽ മർദ്ദനത്തിന് ഇരയായ ആ സ്ഥാപനം എന്നുള്ളത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലാണ്. അവിടേക്കും ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പരിശോധനയുടെ ഭാഗമായി എത്തിയിരുന്നു. കാരണം ഈ പാസ്റ്റർ ബിനോ വാഴമുട്ടത്തിന്റെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പക്ഷേ വൃദ്ധസദനം പ്രവർത്തിക്കുന്നത് തൊട്ടടുത്തുള്ള ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലാണ്. അവിടെയാണ് ഈ 17-കാരന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അവിടെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരും എത്തിയിരുന്നു. അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അവർ ആ മുറിക്കകത്തൊക്കെ കയറി പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു എന്ന് നാം നേരത്തെ കേട്ടതുപോലെ തന്നെ വ്യക്തമാക്കിയത്. ഇലവുംതിട്ട പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇത് കട്ടപ്പന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ ഈ സംഭവം കുറ്റകൃത്യം നടന്നതിനാൽ അത് ബന്ധപ്പെട്ട ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. ഇലവുംതിട്ട പോലീസ് ഇന്ന് രാവിലെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു. ആദ്യം ഗേറ്റ് തുറക്കാൻ പോലും അതിന്റെ അധികാരികൾ, ഈ സ്നേഹത്തണൽ എന്ന ഓൾഡ് ഏജ് ഹോമിന്റെ അധികാരികൾ തയ്യാറായിരുന്നില്ല. പിന്നീട് അവർ എത്തുകയും ഈ ഗേറ്റ് തുറക്കുകയും പോലീസ് അവിടെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട FIR-ലുള്ള ഈ 3 പ്രതികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവരവിടെ ഇല്ല എന്നാണ് അവിടെയുള്ള മറ്റു ജീവനക്കാർ പറഞ്ഞത്. ഇവർ ഒളിവിലാണ് എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. ഇവരെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും വളരെ വലിയ കൊടും ക്രൂരത തന്നെ ഈ സ്നേഹത്തണൽ എന്ന ഓൾഡ് ഏജ് ഹോമിനുള്ളിൽ നടന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ പോലും അവിടെ മർദ്ദനത്തിനിരയായ സാഹചര്യമുണ്ട്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ പരിക്കേറ്റതായി താൻ കണ്ടു എന്ന് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ അവിടെ ജോലി ചെയ്യുകയാണ്. ആ കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും ആ അമ്മയ്ക്ക് അനുവാദമില്ല എന്ന് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വനിത കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വൈകാരികമായിട്ട് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് കാര്യത്തിൽ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഈ കുട്ടി താമസിച്ച മുറിയിൽ ഉൾപ്പെടെ പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഏത് മുറിയിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെയുള്ള വിവരം ഈ 17-കാരൻ മാതാവിനെ അറിയിച്ചിരുന്നു. മാതാവ് അത് പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നു. പക്ഷേ ഈ 3 പേരും ഇപ്പോൾ ഒളിവിൽ തന്നെയാണ്. ഈ 3 പേരെയും പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. FIR-ലുള്ള ഈ 3 പ്രതികൾക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി പ്രവീൺ, അതോടൊപ്പം ഈ ബിനു വാഴമുട്ടം എന്ന ഈ പാസ്റ്റർക്കെതിരെ കടുത്ത നടപടിയും ഉണ്ടാവണം. പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ സ്നേഹത്തണൽ എന്നാണ് പേര്. പക്ഷേ കൊടിയ പീഡനമാണ് അവിടെയുള്ള ഓരോ മനുഷ്യർക്കും, വയോധികർക്കും, കുഞ്ഞുങ്ങൾക്കും, ഓരോ അന്തേവാസികൾക്കും അനുഭവിക്കേണ്ടി വന്നത്. നമുക്കറിയാം, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ശിശു പരിപാലന കേന്ദ്രങ്ങൾ, അതോടൊപ്പം വയോജന പരിപാലന കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലുള്ള ചില തട്ടിപ്പ് സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ സർക്കാരിന്റെ, പൊതുസമൂഹത്തിന്റെ ഒരു നിരന്തരമായ ഒരു ജാഗ്രത ഇത്തരത്തിലുള്ള പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഈ 17 വയസ്സുകാരൻ കൃത്യസമയത്ത് പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വാർത്തകൾ പുറം ലോകം അറിയുകയും അവിടെ നടന്നിരുന്ന ആ ഒരു തട്ടിപ്പ്, അത് എത്രത്തോളം അതിന്റെ വ്യാപ്തി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ സർക്കാരിന്റെ, പൊതുസമൂഹത്തിന്റെ ഒരു നിരന്തരമായ ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത, ഒരു ഓഡിറ്റിംഗ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മേൽ വേണം എന്നുള്ളത് കൂടി ഈ ഒരു സംഭവം അടിവരയിടുകയാണ്.